കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് യുകെയിൽ ഫോൺ മോഷണം നല്ലതുപോലെ നടക്കുന്നുണ്ട്. അപ്പോൾ നോക്കി നിൽക്കുമ്പോഴായിരിക്കും കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു. ബസ്സിലായിക്കോട്ടെ, ട്രെയിനിലായിക്കോട്ടെ, അല്ലെങ്കിൽ വെറുതെ സ്ട്രീറ്റിൽ നടന്നു പോകുമ്പോഴൊക്കെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന പുതിയൊരു പ്രവണതയാണ്. നിരവധി ആളുകൾക്കാണ് അങ്ങനെ ഫോൺ നഷ്ടമാവുന്നത്. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫോൺ ലൊക്കേറ്റ് ചെയ്ത് എവിടെയാണെന്ന് പോലീസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോലീസുകാർക്ക് മിക്കപ്പോഴും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അവർ പറയും അത് നമുക്കൊരു ക്രൈം നമ്പർ തരും, എന്നിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറയും. എന്നല്ലാതെ ഇന്ന സ്ഥലത്ത് ഫോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും മിക്കപ്പോഴും അവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. എന്തായാലും അത് മാറുകയാണ്. പുതിയ പോലീസ് ബില്ല് വരികയാണ് സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപ്രകാരം നിലവിലെ പ്രശ്നമെന്ന് പറയുന്നത് അവർക്ക് കോർട്ടിൽ നിന്ന് വാറണ്ട് ലഭിക്കണമായിരുന്നു. അങ്ങനെ ലഭിച്ചാൽ മാത്രമേ ഇങ്ങനെ പോയി റിക്കവർ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരികയാണ്. ഇനി മുതൽ അങ്ങനെ വന്നു കഴിഞ്ഞാലും പോലീസുകാർക്ക് നേരിട്ട് ചെന്ന് അവരുടെ കോർട്ടിൻ്റെ അനുവാദമില്ലാതെ വാറണ്ട് വെയിറ്റ് ചെയ്യാതെ അവർക്ക് നേരിട്ട് പോയി സെർച്ച് ചെയ്ത് സാധനം റിക്കവർ ചെയ്യാനുള്ള അധികാരമാണ് പുതിയ പോലീസിന് ലഭിക്കാൻ പോകുന്നത്. ഫോണിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഫേസ് കവർ ചെയ്ത് നടന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രൈമുകൾ, ഇതിനെല്ലാം നേരിട്ട് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്ന പുതിയ ഒത്തിരി അധികാരങ്ങൾ പോലീസിന് കൈമാറുകയാണ്. പണ്ടത്തെ പോലെ കളികളൊന്നും ഇനി അങ്ങോട്ട് നടക്കാൻ സാധ്യത കുറവാണ്. പോലീസ് എന്താണെങ്കിലും നാടൻ രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ പോലീസിനെ പോലെ കുറേയൊക്കെ വരാൻ പോവുകയാണ് എന്നർത്ഥം. എന്നുവെച്ചാൽ അടിയും പിടിയുമല്ല, അല്ലെങ്കിൽ ചീത്ത പറയലൊന്നുമല്ല, കൂടുതൽ അധികാരങ്ങൾ അവർക്ക് വരികയാണ്. ഇതോടുകൂടി ഇവിടെ വർദ്ധിച്ചു വരുന്ന ആൻറ്റി സോഷ്യൽ ബിഹേവിയറുകൾക്ക് ഈ പോലീസിൻ്റെ പുതിയ അധികാരങ്ങളോട് കൂടി ഒരു അറുതി വരും എന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.